പരീക്ഷാ ക്രമക്കേട് മുൻനിർത്തി രാജ്യത്തെ യുവത്വം ഡൽഹിയിൽ പാറ്റകളായി തെരുവിലിറങ്ങിയപ്പോൾ വിറച്ചത് ഭരണകൂടമായിരുന്നു. എല്ലാ ഭേദങ്ങളും മറന്ന് രാജ്യമനസാക്ഷിയെ പാറ്റകൾക്ക് ഒപ്പം ചേർത്ത് നിർത്തിയത് അവർ ഉന്നയിച്ച വിഷയത്തിന്റെ മെറിറ്റായിരുന്നു. ദേശീയ തലത്തിലെ പ്രവേശന പരീക്ഷകളെക്കാളും വിശ്വാസ്യത ഉണ്ടായിരുന്ന ഒന്നാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾ. അതിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അവിടെയാണ് കേരളത്തിലെ യുവത്വം അധികാരികളിൽ നിന്ന് ശരിയായ മറുപടി പ്രതീക്ഷിക്കുന്നത്. അവരുടെ പ്രതീക്ഷകൾക്ക് ഊർജമായി മാറുകയാണ് സംസ്ഥാനത്തെ സെലിബ്രിറ്റികളുടെ നിലപാട്. തലസ്ഥാനത്തെ ഭരണസിര കേന്ദ്രത്തിന് മുന്നിലെ സമരം ഏറ്റെടുക്കുകയാണ് സോഷ്യൽ മീഡിയ. അതിന് മുന്നിൽ നിൽക്കുന്നതാകട്ടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങളും. ടൊവിനോ തോമസ്, നസ്ലിൻ, ചന്തു സലീം കുമാർ എന്നിവരാണ് വിഷയം ഉന്നയിച്ച് ഇതിനോടകം രംഗത്തെത്തിയത്. PSC റാങ്ക് ലിസ്റ്റിൽ നിയമനം ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികളുടെ സമര വീഡിയോയാണ് ടൊവിനോ തോമസ് പങ്കുവച്ചത്. തൊട്ടു പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുന്നവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ജെൻസി താരം കൂടിയായ നസ്ലിനും രംഗത്തെത്തി. ടൊവിനോ തോമസ് പങ്കുവച്ച വീഡിയോ തന്നെയാണ് നസ്ലിനും പങ്കുവച്ചിരിക്കുന്നത്. ദേശീയ തലത്തിലെ പ്രശ്നങ്ങളിൽ മാത്രം ശബ്ദമുയർത്തിയാൽ പോരെന്നാണ് നടൻ ചന്തു സലീം കുമാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചത്. സ്വന്തം നാട്ടിലെ ഉദ്യോഗാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങളെ അവഗണിക്കരുതെന്നും ചന്തു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഡൽഹി സമരത്തിന് പിന്നാലെയാണ് PSC സമരത്തിനും താര പിന്തുണ ഏറുന്നത്. വിഷയത്തിൽ പ്രതികരണവുമായി രഞ്ജിനി ഹരിദാസും രംഗത്ത് വന്നിരുന്നു. PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സമരത്തെക്കുറിച്ച് സംസാരിക്കുമോ എന്ന് ചോദിച്ച് തനിക്ക് നിരന്തരം സന്ദേശങ്ങൾ വരുന്നുണ്ടെന്നും സംസാരിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നും രഞ്ജിനി വ്യക്തമാക്കിയിരുന്നു. ഇൻസ്റ്റഗ്രാം കുറിപ്പിലൂടെയാണ് ഇക്കാര്യം രഞ്ജിനി വ്യക്തമാക്കിയത്. എന്നാൽ അതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആവശ്യമുണ്ടെന്നും രഞ്ജിനി വ്യക്തമാക്കി. ഓൺലൈനിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. പ്രതിഷേധത്തിന്റെ ഭാഗമായ ആരോടെങ്കിലും നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ സാധിക്കുമോ എന്നായിരുന്നു രഞ്ജിനി കുറിച്ചത്. വിഷയത്തിൽ ലിയോണ ലിഷോയ്, ദീപ തോമസ് എന്നിവരും സമരത്തിന് പിന്തുണ നൽകി രംഗത്ത് വന്നിട്ടുണ്ട്. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരത്തിന് താര പിന്തുണ ലഭിച്ചതിന് പിന്നാലെയാണ് കേരളത്തിലെ PSC സമരത്തെക്കുറിച്ചും ചർച്ച സജീവമാകുന്നത്. പ്രത്യേക വിഷയത്തിൽ മാത്രം പ്രതികരിക്കുന്നത് ശരിയല്ലെന്ന പൊതുവിമർശനങ്ങളാണ് ഉയരുന്നത്. കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കണമെന്നായിരുന്നു ആവശ്യം. സന്ദേശം വ്യക്തമാണ്. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആശങ്കകൾ, അവരുടെ പ്രശ്നങ്ങൾ, അത് ഡൽഹിയിലായാലും കേരളത്തിലായാലും ഒരേ തീവ്രതയുള്ളതാണ്. ജന്തർ മന്ദർ കൊടുങ്കാറ്റ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കും വീശിയടിക്കാൻ സമയം അധികം വേണ്ട. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.